എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 1ാം ക്ലാസ്സിൻ്റെ 6ാമത്തെ യൂണിറ്റായ കുഞ്ഞെഴുത്താണ് കേട്ടോ. മലയാളം കുഞ്ഞെഴുത്ത്. പിന്നെയും ചെറുതായി പാലപ്പം. ആ പാഠഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. പലഹാരപ്പാട്ട്. ഫസ്റ്റ് തന്നെ ഒരു പദ്യമാണ് നമുക്കുള്ളത്. എന്നിട്ട് നമുക്കറിയാവുന്നൊരു പലഹാരപ്പാട്ടും എഴുതാനുണ്ട്. നമുക്കാദ്യം പലഹാരപ്പാട്ട് നോക്കാം. താനാരം താനാരം തക താനാരം താനാരം, കോഴിക്കോട്ടങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ടേ. മധുരത്തിൻ തെരുവിൽ പല പല പലഹാര കടകളുമുണ്ടേ. മഴവില്ലിൽ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട്. നിറമധികം രുചിയതിലധികം അതിമധുരം ഹൽവയ്ക്ക്. താനാരം താനാരം തക താനാരം താനാരം. ഇതാണ് പലഹാരപ്പാട്ട്. നമ്മളോട് നമുക്കറിയാവുന്നൊരു പലഹാരപ്പാട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദോശ നല്ല ദോശ, നല്ല ചൂട് ദോശ. ദോശ നല്ല ദോശ, അരിയിൽ ചുട്ട ദോശ. ദോശ നല്ല ദോശ, ആശാൻ ചുട്ട ദോശ. നിറം കൊടുക്കാം, എഴുതാം. ഒരു പെൺകുട്ടി ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നത് കണ്ടില്ലേ? ആ കുട്ടിയുടെ പേരാണ് ഷൈനി. അപ്പുറത്തുള്ളതാരാ? പാലപ്പമാണത്. അപ്പോൾ നിറം കൊടുക്കാൻ എഴുതാം. ഈ പെൺകുട്ടിക്കും പാലപ്പത്തിനൊക്കെ നിറം കൊടുക്കണം, എന്നിട്ട് എഴുതണം. അപ്പോൾ പാലപ്പമാണ് സൈഡിലിരിക്കുന്നത്. പാലപ്പം ഷൈനി എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഷൈനിനോട് പറയാണ്, ഹായ് ഷൈനി. അപ്പോൾ ഹായ്, ഒരാൾ ഹായ് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ഹായ് പറയരുത്. അപ്പോൾ ഷൈനിയും പറയാണ്, ഹായ് പാലപ്പം. അങ്ങനെ വേണം അവിടെ എഴുതാൻ. ഈ പാലപ്പത്തെക്കുറിച്ചൊരു പാട്ട്. പതുപതുത്ത പാലപ്പം, വെളുവെളുത്ത പാലപ്പം, വട്ടം വട്ടം പാലപ്പം. ഇങ്ങനെ എഴുതി കൊടുക്കുക അവിടെ വിട്ട സ്ഥലത്ത് കേട്ടോ. ഇനി അടുത്തത്, ഇനി അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിന് മുന്നേ അതിലെഴുതിയിരിക്കുന്നത് ഉറുമ്പിനെയും കാണുന്നുണ്ട്. അപ്പോൾ ഉറുമ്പുമായിട്ടുള്ളൊരു സംഭാഷണമാണ് ഇനി വരുന്നത്. അപ്പോൾ ഷൈനി മുറ്റത്തേക്ക് ഇറങ്ങി, ഉറുമ്പ് വന്നു. ഇത് 2 വരികളിലായിട്ട് എഴുതാം. ഷൈനി മുറ്റത്തേക്ക് ഇറങ്ങി, ഉറുമ്പ് വന്നു. ഇനി ഉറുമ്പ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഉറുമ്പ് ഷൈനിനോട് പാലപ്പം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ഹായ് ഷൈനി, പാലപ്പം തരുമോ? അങ്ങനെ ഉറുമ്പ് ചോദിച്ചു. അപ്പോൾ ഷൈനി എന്താണ്? ഇല്ല, ഒട്ടും തരില്ല. ഉറുമ്പ് പറയാണ്, ഒരു ചെറിയ ഒരു കഷ്ണം മതി. ഷൈനിക്ക് ഒരു ഇതായി, ചോദിച്ചതല്ലേ കൊടുക്കാന്ന് വെച്ചാൽ, ഒരു ചെറിയ കഷ്ണം തരാം. അങ്ങനെ ഷൈനി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉറുമ്പിന് സന്തോഷമായി. ഉറുമ്പിന് സന്തോഷമായി എന്ന് എഴുതാം. ഇനി ഷൈനിയുടെ പാലപ്പത്തിന് ആരാ വരുന്നത് ചോദിച്ചിട്ടെന്നറിയോ? കാക്കയാണ് അടുത്തതായിട്ട് വരുന്നത്. ക്രാ ക്രാ എന്ന് അവിടെ തന്നിട്ടുണ്ട്. വിട്ടുപോയ ഭാഗം നമ്മളോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തായോ ക്രാ ക്രാ, അപ്പം തായോ ക്രാ ക്രാ, വിശന്നിട്ടാണേ ക്രാ ക്രാ. അങ്ങനെ കാക്ക പറയാണ്. പക്ഷെ അതിനെന്താ പറഞ്ഞത്? ഇല്ല. അപ്പം എന്ത് പറയും? കാക്ക പറയും, അധികം വേണ്ട, ഇത്തിരി മതി, ക്രാ ക്രാന്ന്. എന്താ, കുറച്ച് മതി എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഷൈനിയുടെ പാലപ്പം എല്ലാവരും കൂടെ മേടിക്കണം കേട്ടോ. മധുരമുള്ള ഈ കഷ്ണം തരാം എന്നാര് പറഞ്ഞു? ഷൈനിയും പറഞ്ഞു, കാക്കനോട് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്തായി? കാക്കയ്ക്ക് സന്തോഷമായി. ഇനി അടുത്തത് നോക്കിയേ. ഇനി അടുത്തത് ആരാ വരുന്നത്? ആ ചിത്രത്തിൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഒരു കോഴിയാണ് വരുന്നത്. ഇനി കോഴിയും കൂടെയാണ് ഷൈനിനോട് ചോദിക്കാൻ പോണേ. ഷൈനി, എന്താ കാര്യം? കൊക്കക്കോക്കോ. അവിടെ അത്രയും തന്നിട്ടുണ്ട്. നമ്മൾ എഴുതണം എന്താ കാര്യം എന്ന്. എനിക്കില്ലേ ചോദിക്കുകയാണ് കോഴി ചോദിക്കുന്നത്. എനിക്കില്ലേ? ഷൈനി പറഞ്ഞു, ഇല്ല, ഒരു ചെറിയ കഷ്ണം മതി, മധുരവും തരണേ. ഒരു ചെറിയ കഷ്ണം മതി, മധുരവും തരണേ. കാക്കയ്ക്കും സന്തോഷമായി, കോഴിയും സന്തോഷിച്ചു. ഇനി അടുത്തത്, വായിക്കൂ ചെയ്യൂ കണ്ടെത്തൂ. ചുവന്ന പേപ്പർ നാവായി വെട്ടു, പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ. നീളൻ ചെവികൾ 2ഉം വെട്ടി, പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ. ചെറിയൊരു പേപ്പർ മൂക്കായി വെട്ടി, പശ തേച്ചിങ്ങനെ ഒട്ടിക്കൂ.
വെളുപ്പിനുള്ളിൽ കറുത്ത വട്ടം കണ്ണുകളാക്കി ഒട്ടിക്കാം. ഇതൊരു പട്ടിക്കുഞ്ഞിനെ ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. അടുത്തത്, പ്രിയ ചങ്ങാതി ഡാഷ് അല്ലേ ഷൈനിക്ക് എന്തൊരു തന്നിട്ടൊരു ഡാഷും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും അവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ടത്? പ്രിയ ചങ്ങാതി ബീംബൈ അല്ലേ ഷൈനിക്ക് എന്തൊരു സന്തോഷം. ഇനി അടുത്ത ആളും ഷൈനിയോട് പാലപ്പം ചോദിക്കുകയാണ് കേട്ടാ. ഷൈനി, ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കും ഒരു കഷ്ണം തരുമോ? ഷൈനി എന്താ പറഞ്ഞ? അയ്യോ, ഇത് ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ ഭീംബൈ പറഞ്ഞു, എന്നാൽ നീ തിന്നോ. ഭീംബൈ പോയിട്ടാ. ഷൈനി സാവധാനം സൈക്കിൾ ഉരുട്ടി. പിന്നെ അടുത്ത പേജിലൊക്കെ വിടില്ല നിന്നെ. ഒരു 2 പട്ടികൾ വന്നിട്ടുണ്ട് അല്ലേ. ബൗ ബൗ. പട്ടികൾ എങ്ങനെ വെച്ചെടുക്കുക? ബൗ ബൗ. അവിടെ എഴുതി കൊടുക്കുക ബൗ ബൗ എന്ന്. ഷൈനി പേടിച്ചു. അയ്യോ അയ്യോ. ഷൈനി നിലവിളിച്ചു. നീ നീ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചു. അങ്ങോട്ട് എഴുതി കൊടുക്കാം. അപ്പം അത് ബഹളം കേട്ടിട്ട് ആര് വന്നു? ബഹളം കേട്ട് ഭീംബൈ ഓടി വന്നു. അതാ 2 വലിയ നായകൾ. ഭീംബൈക്ക് കാര്യം പിടികിട്ടി. അവിടെ ഏതാ? ഭീംബൈക്ക് കാര്യം പിടികിട്ടി. ഭീംബൈ ദേഷ്യപ്പെട്ടു. ഷൈനിയെ തൊട്ടു പോകരുത്. ചി പോ, ദൂരെ പോ. ഇനി ശല്യം ചെയ്യരുത്. തനിച്ചെഴുതൂ, പടം വരയ്ക്കൂ. തനിച്ചെഴുതു. അപ്പം വേണോ? ഏതപ്പം? വട്ടത്തിലുള്ളൊരു വട്ടയപ്പം. അപ്പം വേണോ? ഏതപ്പം? കുഴൽ പോലുള്ളൊരു കുഴലപ്പം. കുഴൽ പോലെ ഇരിക്കുന്ന അപ്പം കുഴലപ്പം. അപ്പം വേണോ? ഏതപ്പം? ശർക്കര ചേർത്തൊരു ഇലയപ്പം. അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, തിന്നാൻ ഇപ്പോൾ നേരമില്ല, തന്നാൽ പിന്നെ തിന്നോളാം. ഇനി ഇവിടെ അടുത്ത പേജിൽ പോഷകപാത്രം നിറയ്ക്കാമെന്നുള്ളൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ പോഷകാഹാരങ്ങളുള്ള ഒരു ഫോട്ടോ ചിത്രമൊക്കെ വരച്ച് നല്ല ഭംഗിയാക്കി റൗണ്ടിൽ ഫുള്ളും വരയ്ക്കുക. ഇനി അടുത്തത് സദ്യപ്പാട്ട്. ചോറിനൊപ്പം എന്തെല്ലാം തൊട്ടുകൂട്ടും തൊടുകറികൾ? അച്ചാർ, പച്ചടി, കിച്ചടി, ഇങ്ങനെ തൊട്ടുകൂട്ടും തൊടുകറികൾ. ഓലൻ, കാളൻ, അവിയൽ പോലെ കൂട്ടുകറികൾ പലതുണ്ട്. ഒഴിച്ചു കൂട്ടാൻ ചാറുകറികൾ, സാമ്പാറും രസവും മോരും. പ്രഥമൻ, സേമിയ, പാൽപ്പായസമായി പായസ രുചികൾ പലതുണ്ട്. ഈ സദ്യപ്പാട്ട് വായിച്ചാൽ തന്നെ നമുക്ക് പട്ടിക പൂരിപ്പിക്കാൻ പറ്റും. തൊടുകറികൾ ഏതൊക്കെയാ? അച്ചാറ്, പച്ചടി, കിച്ചടി, ഇങ്ങനെ തൊട്ടുകൂട്ടും തൊടുകറികൾ. അപ്പോൾ ഏതൊക്കെയാണ് മനസ്സിലായില്ല? അച്ചാറ്, പച്ചടി, കിച്ചടിയാണ് തൊടുകറികൾ. ഈ കൂട്ടുകറികളോ? ഇതൊക്കെ ഓലൻ, കാളൻ, അവിയലും പോലെ കൂട്ടുകറികൾ പലതുണ്ട്. ഓലൻ, കാളൻ, അവിയൽ. ഈ ചാറുകറികളായിട്ട് എന്താ? സാമ്പാർ, രസം, മോര്. പായസങ്ങൾ പ്രഥമൻ, സേമിയ, പാൽപ്പായസം. ഇങ്ങനെയാണ് സദ്യപ്പാട്ടിൻ്റെ പട്ടിക പൂരിപ്പിക്കേണ്ടത്. എല്ലാവർക്കും എഴുതാനൊക്കെ പറ്റിയില്ലേ? നന്നായി പാട്ടുകളൊക്കെ നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.